കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 3.0. നമ്മുടെ ഈ വർഷത്തെ ലേൺവൈസിന്റെ ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ MA സൈക്കോളജിയിലെ ഫസ്റ്റ് ഇയറിന്റെ MPC 002 ദാറ്റ് ഈസ് ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ഈ ഒരു ഡിസംബർ എക്സാമിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ അവസാന നിമിഷങ്ങളിൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏറ്റവും നല്ല രീതിക്ക് വീണ്ടും വീണ്ടും പഠിക്കേണ്ട ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്നുകൂടെ നമുക്കൊരു ഐഡിയാസ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഫൈനൽ റിവിഷൻ അല്ലെ, ഒരു അവസാന ഘട്ടങ്ങളിലുള്ള റിവിഷൻസ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഈ ഇഗ്നോ ഫോക്കസ് 3.0 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ലേൺവൈസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും, അതിൽ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഒന്നുകൂടെ അത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ MPC 002 അഥവാ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന പേപ്പറിൽ കുറച്ചുകൂടെ ഈ ഒരു ഡിസംബർ 2024 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഇതിന്റെ സിലബസിനെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യുക, ഏറ്റവും ഇൻഡെപ്ത് ആയിട്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ അതിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്സാം ട്രെൻഡ് ഉണ്ട് അല്ലെ. ഇഗ്നോയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു ട്രെൻഡ് എപ്പോഴും അവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അതേപോലെയുള്ള ഒരു ട്രെൻഡ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിലൂടെ നോക്കി അനലൈസ് ചെയ്ത് അത് ഫോളോ ചെയ്ത് പോവാനും നിങ്ങൾക്ക് അവസാനം പഠിക്കുന്ന സമയത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസ് ആൻഡ് ഇൻസൈറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ MPC 002 എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് സ്പാൻ സൈക്കോളജിയാണ് അല്ലെ, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ജീവിതം ജനനം തൊട്ട് മരണം വരെയുള്ള നമ്മുടെ ഡെവലപ്മെന്റൽ പാറ്റേൺസും ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസും ഒക്കെ വളരെ ഡീറ്റെയിലി ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് MPC 002 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പേപ്പറിൽ പ്രധാനപ്പെട്ട കുറെ ടോപ്പിക്സുകളുണ്ട്, അഥവാ ക്രിട്ടിക്കൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ മാപ്പ് ചെയ്യുക. അതുപോലെ പ്രീവിയസ് എക്സാമിന്റെ ട്രെൻഡ്സ്, പിന്നെ സിലബസിലെ പ്രധാനപ്പെട്ടും നമ്മൾ ഒരു പക്ഷെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതൊക്കെ പ്രോബബിലിറ്റി ഉണ്ട്, എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ബ്ലോക്കുകളായിട്ടും, നമുക്കറിയാം 4 ബ്ലോക്കാണ് നമുക്കുള്ളത്. ആ 4 ബ്ലോക്കുകളിലും യൂണിറ്റ് ആയിട്ടും അതിനെ വീണ്ടും ടോപ്പിക്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ഓരോന്നിനും കൊടുക്കേണ്ട ഫോക്കസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടൈം എത്രത്തോളം ആയിരിക്കും എന്നതുകൂടെ നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിനെ ഒന്ന് മാപ്പ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ എക്സാമിന്റെ പാറ്റേൺ അനലൈസ് ചെയ്യുന്നതിലൂടെ അവസാനം നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറൂടെ തരുന്നതിലൂടെ നമ്മുടെ അപ്കമിങ് എക്സാംസിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനും ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ വീഡിയോ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലേൺവൈസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആവുന്നതാണ്. ഈ ഡോക്യുമെന്റ്സിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, എന്തിനാണ് എന്നൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതുപോലെ നമ്മുടെ സിലബസിനെ മാപ്പ് ചെയ്തിരിക്കുന്നുണ്ട് ബ്ലോക്ക് ആയിട്ടും യൂണിറ്റ് ആയിട്ടും, പിന്നെ അതിനെ ടോപ്പിക് ആയിട്ടൊക്കെ സബ് ഡിവൈഡ് ചെയ്തിട്ട് എക്സാം റെലവൻസിന് അനുസരിച്ച് അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ അനലൈസ് ആണ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്, അതുപോലെ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷനും, പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ പല തവണ വന്നിട്ടുള്ള ഒബ്സർവ്ഡ് ട്രെൻഡ്സ് ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്.
ഓരോരോ ബ്ലോക്കിലും ഏതൊക്കെ ബ്ലോക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്, ഏത് യൂണിറ്റ്, ഏത് ടോപ്പിക്, ഇങ്ങനെ എല്ലാത്തിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടോപ്പിക് പ്രോബബിലിറ്റിയും ഒരു പ്രഡിക്ഷൻ അനലൈസും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ ടോപ്പിക് വരാൻ ചാൻസ് ഉണ്ട്, ഈ കമ്മിങ് ഡിസംബർ എക്സാമിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നത് പ്രെഡിക്റ്റ് ചെയ്തിട്ടും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു യഥാർത്ഥ എക്സാംസിന് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, കമ്മിങ് ഡിസംബർ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കാം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക എന്ന രീതിയിൽ. പിന്നെ ഒരു മോഡൽ ആൻസർ, ഒരു ഏകദേശം ഇവാലുവേഷൻ ക്രൈറ്റീരിയയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആൻസർ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് കൂടെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മുടെ എക്സാം സ്പെഷ്യൽ സെഷൻസിലൂടെയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ലേൺ വൈസിന്റെ സ്റ്റുഡൻസിനാണെങ്കിൽ ഓൾറെഡി അവർക്ക് അറിയാവുന്നതായിരിക്കും. ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ട്രെൻഡ്സും ഒക്കെ ഒരുവിധമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഒരു അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് അനലൈസും അല്ലെ, നമുക്ക് മുന്നോട്ടുള്ള ഒരു എക്സാമിന്റെ അവസാനം ഇനി ഒന്നും ബാക്കിയില്ല, അല്ലെങ്കിൽ ഇനി നമ്മളെല്ലാം കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രെഡിക്റ്റീവ് അനലൈസും അതുപോലെ മോഡൽ ആൻസേഴ്സും കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇത് നമുക്കറിയാം അല്ലെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ടോപ്പിക്സോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും എന്തിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, നമ്മുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ എഫിഷ്യൻസിയോടുകൂടെ നോക്കിക്കാണാനും അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ ഒരു എഫിഷ്യൻസിനെ മാക്സിമൈസ് ചെയ്യാനും എല്ലാം നമുക്കത് സഹായിക്കും. ഓക്കെ, അതുപോലെ നമുക്കൊരു മോഡൽ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമുക്കിപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എം എ എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ആൻസർ, അതിന്റെ ഒരു സ്ട്രക്ചർ അത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാലായിരിക്കും നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടാവുക എന്നതിനെ പറ്റിയിട്ടൊക്കെ നല്ല ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോഴ്സിലേക്ക് പോവാം. MPC 002 ലൈഫ് സ്പാൻ സൈക്കോളജി അല്ലെ, ഒരു വലിയ സിലബസ് തന്നെ കവർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഒരു അമ്മയുടെ ഊമ്പിനകത്ത് നമ്മൾ വളരുന്നത് തൊട്ട് അല്ലെങ്കിൽ ജന്മം കൊള്ളുന്നത് തൊട്ട് മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളെയും അതിൽ തന്നെ ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സൈക്കോ സോഷ്യൽ, മോറൽ, ലാംഗ്വേജ്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള ഡെവലപ്മെന്റ്സിനെ വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ഒരു പേപ്പറാണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് തിയറീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പിയാഷെയുടെ തിയറി, എറിക്സൺ, കോൾബർഗ്, അതുപോലെയുള്ള കുറെ തിയറീസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു എന്താ പറയുക, ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ കൂടെയാണ്. ബിക്കോസ് നമുക്ക് സൈക്കോളജിക്കാർ മാത്രം പഠിക്കേണ്ട ഒരു പേപ്പർ എന്ന രീതിയിലല്ല അല്ലെ, കുറച്ചുകൂടെ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട, എല്ലാ ഡെവലപ്മെന്റൽ കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട തരത്തിലുള്ള ഒരു പേപ്പർ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ പേപ്പറിനുണ്ട്. ഒരു സോഷ്യൽ ലെവലിൽ വെച്ച് നോക്കുന്ന സമയത്ത് കൂടെ നമുക്കിതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഇനി നമുക്ക് നമ്മുടെ ഒരു കോഴ്സിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം. അപ്പൊ നമുക്കറിയാം 4 ബ്ലോക്കാണുള്ളത്. ഈച്ച് ബ്ലോക്കിലും 4 യൂണിറ്റ് വെച്ചിട്ട് 20 യൂണിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റത്തെ ഒരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ലൈഫ് സ്പാൻ സൈക്കോളജിക്ക് ഇൻട്രൊഡക്ഷൻ പോലെ തരുന്നതാണ്. ഇതിൽ പ്രീനാറ്റൽ, ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് ആണ് പറയുന്നത്. ടോട്ടൽ 25 ടോപ്പിക്സ് ഉണ്ട്. അതിന്റെ ഒരു ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് എന്ന് പറയുന്നത് 50 ആണ്. 50 ടൈംസ് അത് അപ്പിയർ ചെയ്തത് കണ്ടിട്ടുണ്ട്. ഒരു ഹൈ ലെവൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിന് കൊടുക്കണം. എസ്പെഷ്യലി നമുക്ക് ചൈൽഡ്ഹുഡും ഇൻഫാൻസിയും ഒക്കെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം അല്ലെ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഇനി സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് ആണ്. 6 to 11 ഇയേഴ്സിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെയിം 4 യൂണിറ്റ് ആണ്. ടോപ്പിക് 28 ഉണ്ട്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ബ്ലോക്കാണ് സെക്കൻഡ് ബ്ലോക്ക്. 60 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു തേർഡ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിന്റെയും മിഡിൽ ചൈൽഡ്ഹുഡിന്റെ ഒക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻസ് കൂടുതലുള്ള യൂണിറ്റ്സ് ഒക്കെയാണ്. ഇനി മൂന്നാമത്തത് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ് ആണ്. ഇതിൽ 4 യൂണിറ്റ് ആണ്. ടോപ്പിക്
കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് അല്ലെ, 22 ടോപ്പിക്സ് ആണുള്ളത്. ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് 40 ആണ്. ഒരു മീഡിയം ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ട് ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കാരണം നമുക്കറിയാം അല്ലെ, അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ടൈം കൂടിയാണ്. എല്ലാ തരത്തിലും ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈമാണ്. അപ്പൊ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒന്നുമില്ല. ഇനി ലാസ്റ്റത്തത് അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിങ് ആണ്, നാലാമത്തെ നമ്മുടെ ബ്ലോക്ക്. അതിലും 4 യൂണിറ്റ്സ് ആണുള്ളത്. ടോപ്പിക്സ് കുറവാണ്, 20 ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. അതും വളരെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ ബൈഹേർട്ട് ചെയ്ത് പഠിച്ചെടുക്കേണ്ട തരത്തിലുള്ള ടോപ്പിക്സ് ഒന്നും ഇല്ലാത്ത ഒരു ബ്ലോക്കാണ് ഫോർത്ത് ബ്ലോക്ക്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഓക്കെ എന്ന് തോന്നുന്ന തരത്തിലുള്ള ടോപ്പിക്സ് ആണ് എല്ലാം തന്നെ. ഫ്രീക്വൻസി കുറവാണ്, 30 ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. പക്ഷേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാം, എല്ലാം 10 മാർക്സിനൊക്കെ എസ്സേയിലൊക്കെ വന്നിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. മീഡിയം ഒരു ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. പക്ഷേ മീഡിയം ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പഠിച്ചാൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. പല ടോപ്പിക്കുകളും അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഈ ലൈഫ് സ്പാൻ സൈക്കോളജി എടുക്കുമ്പോൾ ഒരു ബ്ലോക്കും നമുക്ക് കളയാനില്ല, എങ്കിൽ ഒഴിവാക്കാനോ മാറ്റിവെക്കാനോ ഒന്നുമില്ല. എല്ലാ ബ്ലോക്കും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ചില ബ്ലോക്കുകൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. ഏറ്റവും കൂടുതൽ കണ്ടില്ലേ, സെക്കൻഡ് ബ്ലോക്കിലാണ് ഫ്രീക്വൻസി കൂടുതൽ കൊടുത്തിട്ടുള്ളത്. കൂട്ടത്തിൽ കുറവ് ലാസ്റ്റ് ബ്ലോക്കിനാണെന്ന് മാത്രം. ഇനി നമുക്കൊരു എക്സാം പാറ്റേണിന്റെ ഒരു അനലൈസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു എക്സാം പാറ്റേൺ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് 3 പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവുക. അതിൽ എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 450 വേർഡ്സിൻ്റെത്. കോംപ്രിഹെൻസീവ് ഡിസ്കഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്, ആ ഒരു രീതിയിലാണ് വരിക. കോംപ്രിഹെൻസീവ് ഡിസ്കഷൻ എന്നുള്ള തരത്തിലാണ് നമുക്ക് ഈ എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു തിയറി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് വെച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പൊ അതിന്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. 10 മാർക്സിനാണ് അത് കൊടുക്കുക. എസ് എ 450 വേർഡ്സിന് വരുവാണെങ്കിൽ 10 മാർക്സിനാണ് വരുന്നത്. പിന്നെ നമുക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ട് 100 വേർഡ്സിൽ വരുന്നത്. അത് കൂടുതലായിട്ടും ഏതെങ്കിലും ഒരു കീ പോയിന്റ്സോ കോൺസെപ്റ്റോ ഒക്കെ തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിൽ, ഒരു അധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, കൺസൈസ് എക്സ്പ്ലനേഷൻ എന്ന രീതിയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു തിയറി വരുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്, എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഒക്കെ തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും വരുന്നുണ്ടാവാം. അപ്പൊ അത് സാധാരണ 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ക്രിട്ടിക്കൽ അനലൈസ് എന്ന് പറയുന്നത്. 250 വേർഡ്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നുള്ള തരത്തിൽ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റോ തിയറിയോ ഒക്കെ വെച്ചിട്ട് അതിനെ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്നുള്ളൊക്കെ തരത്തിലായിരിക്കും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവാം. സാധാരണ അത് ഏകദേശം 20 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നല്ല ഒരു ടൈം ഫ്രീക്വൻസി ലെവൽ കൂടുതലുള്ള ഒരു കാര്യം കൂടിയാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നുള്ളത്. MPC 002ന്റെ കാര്യത്തിൽ കൂടുതലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അതിൽ ടോപ്പിക് എന്താണ് എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത്. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് എന്ന തരത്തിലാണോ, അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഡിസ്കഷൻ എന്ന തരത്തിലാണോ, എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള തരത്തിലാണോ, അങ്ങനെ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉത്തരങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അവസാനത്തത്
കേസ് സ്റ്റഡീസ് ആണ്. ലൈക്ക് എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻവോൾവിങ് എന്തെങ്കിലും ഒരു അനലൈസ് ചെയ്യാം എന്നൊക്കെ അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നിട്ട് അതെന്താണ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലെ, ആ തരത്തിൽ. അപ്പം കേസ് സ്റ്റഡീസ് എന്ന രീതിയിൽ നമുക്ക് പൊതുവെ കുറവാണ് വരാറുള്ളത്, പൊതുവെ കുറവാണ്. വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 15 മാർക്കിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. ഇനി നമുക്ക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ട്രെൻഡ്സ്, എക്സാം കവറേജിലുള്ള ഒരു ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ട്രെൻഡ്സ് എങ്ങനെയാണുള്ളത് നോക്കാം. ഫസ്റ്റത്തെ ബ്ലോക്കിൽ കൂടുതലായിട്ടും ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ടൈപ്പ് എസ്സേസ് ആൻഡ് ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ റീസെന്റ് ട്രെൻഡ്സിലാണെങ്കിൽ ഹൈ ഫോക്കസ് ഓൺ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആൻഡ് പ്രീനേറ്റൽ ഇമ്പാക്ട്സ് അല്ലെ, പ്രീനേറ്റലിലെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ കൊടുക്കണം. അതുപോലെ ചൈൽഡ്ഹുഡിന്റെ ഒക്കെ ഡെവലപ്മെന്റൽ സ്റ്റേജസും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് ആണ്. അതിലാണ് ഏറ്റവും കൂടുതൽ എസ്സേസും ക്രിട്ടിക്കൽ അനലൈസും ഒക്കെ വരിക. ക്രിട്ടിക്കൽ അനലൈസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് തിയറി ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ പിയാഷയുടെ തിയറി ഒക്കെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആണ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഇൻക്രീസ്ഡ് എംഫസിസ് ഓൺ കോഗ്നിറ്റീവ് ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെ, പറഞ്ഞ പോലെ സ്കൂൾ ടൈമാണ്, അതുപോലെ സ്കൂൾ ഡെവലപ്മെന്റും ഏർലി സ്കൂൾ ഇയേഴ്സും പിന്നെ ഏർലി ചൈൽഡ്ഹുഡും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കോഗ്നിറ്റീവിനും മോട്ടോർ ഡെവലപ്മെന്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി വരുന്നത് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ് ആണ്. ഇവിടെയാണ് നമുക്ക് എസ്സേസും കേസ് സ്റ്റഡീസ് അഥവാ വരുവാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒന്ന് അഡോളസൻസിന്റെ ടൈമിലാണ്. അപ്പോൾ എമർജിംഗ് ഫോക്കസ് ഓൺ ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ, നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഐഡന്റിറ്റി തിയറി ഉണ്ട് അവിടെ പഠിക്കുന്നത്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഐഡന്റിറ്റിയിലും സോഷ്യൽ ഇഷ്യൂസിലും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് അഡൽട്ട്ഹുഡ് ആണ്. അവിടെയാണ് നമുക്ക് പിന്നെയും ക്രിട്ടിക്കൽ അനലൈസ് വരാനും ഷോർട്ട് നോട്ട്സ് വരാനും ഒക്കെ ചാൻസ് ഉള്ളത്. ഷോർട്ട് നോട്ട്സ് വരാം, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാന്നുള്ള തരത്തിൽ നമ്മളെ ലാസ്റ്റത്തെ ഏജിങ്ങും പിന്നെ റിട്ടയർമെന്റ് ലൈഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏജിങ്, സൈക്കോ സോഷ്യൽ ചേഞ്ചസും ഒക്കെ ചാലഞ്ചസും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിന് ഏകദേശം 15 മാർക്സോളമാണ് ഒരു കൊടുക്കാറുള്ളത് യൂഷ്വലി. സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോൾ 20 ആണ്, തേർഡ് ബ്ലോക്കിൽ 10 ആൻഡ് ലാസ്റ്റ് ബ്ലോക്കിൽ 5 ആണ്. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നല്ല, അധികം വരാൻ ചാൻസ്. ഇനി ഈ അഡൽട്ട്ഹുഡിൽ തന്നെ സോഷ്യൽ ലൈഫിന്റെയും അല്ലെങ്കിൽ സോഷ്യോ ഡെവലപ്മെന്റൽ ചാലഞ്ചസും ഒക്കെ 10 മാർക്കിന് ഒറ്റ എസ്സേ ആയിട്ടും നമ്മൾ അധികം കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എസ്സേ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡീസ്, ക്രിട്ടിക്കൽ അനലൈസ് ആൻഡ് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ നോക്കാം. ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ വരുമ്പോൾ പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ആണ്. കൂടുതലായിട്ടും ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന തരത്തിലാണ്. ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് വളരെയധികം വന്നിട്ടുള്ളതാണ്. 5 പ്രാവശ്യമൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇനി പ്രീനേറ്റൽ ആൻഡ് ബ്ലോക്ക് 1 ആണ് നമ്മൾ നോക്കുന്നത്. ഇനി പ്രീനേറ്റൽ ആൻഡ് ഇൻഫാൻസി എടുത്ത് നോക്കുമ്പോൾ ഡിസ്ക്രൈബ് ഫിസിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ്, ആ ഒരു തരത്തിലാണ് കൂടുതലും വരാറുള്ളത്. ഓക്കെ, ഡിസ്ക്രൈബ് ഫിസിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു 3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാധാരണ കാണാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് ആണ്. ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ്. അപ്പൊ ഏർലി സ്കൂൾ ഇയേഴ്സിന്റെ വരുമ്പോൾ എക്സ്പ്ലെയിൻ പിയാഷേസ് തിയറി ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. പിയാഷയുടെ തിയറിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്, ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനും. ഓക്കെ, അതിൽ കൂടുതൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്, 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇനി ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് തന്നെ 6 to 11 ഇയേഴ്സിൽ മറ്റൊരു ഒന്നാണ് ഡിസ്ക്രൈബ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പിയാഷയുടെ തിയറിയാണ്, അഥവാ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഇവിടെ റിക്സന്റെ തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് സ്കൂൾ ഇയേഴ്സ് ആണ്. ഇതും 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ചോദിക്കുമ്പോൾ 10 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ് ആണ് അടുത്ത ടോപ്പിക്, നമ്മുടെ 3ാമത്തെ ബ്ലോക്കിൽ വരുന്നത്. അതിൽ ഡിസ്കസ് ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ഇൻ അഡോളസൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ, ഐഡന്റിറ്റി നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ മാഷാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് മോഡൽ എന്ന് പറഞ്ഞൊരു തിയറി ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. ഇത് പല പ്രാവശ്യം ഇഷ്ടംപോലെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ചില പകുതിയും ഒക്കെ ആയിട്ട് 5 എന്നുള്ള രീതിയിലൊക്കെ 10 മാർക്കിന് അങ്ങനെയാണ് ചോദിച്ച് കാണാറ്. ഇനി ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസിൽ തന്നെ
എക്സ്പ്ലെയിൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസെൻസ് വിത്ത് പിയാഷേസ് അപ്രോച്ച്. പിയാഷയുടെ ലാസ്റ്റത്തെ സ്റ്റേജ് വരുന്ന ഒരു ഭാഗമാണ് അഡോളസെൻസിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതും 10 മാർക്കിന് ചോദിക്കാം. 4 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിംഗിൽ ഡിസ്കസ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ് ഡ്യൂറിങ് ഓൾഡ് ഏജ് ആണ്. ഇതും 5 മാർക്കിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. 3 ടൈംസ് റിപ്പീറ്റഡ്ലി കാണുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ ഓരോ ബ്ലോക്കിലും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫ്രീക്വൻസിയാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റിയും പ്രഡിക്ഷനും ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രീനേറ്റൽ ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്. അവിടെ നമുക്ക് ഒരു ഫസ്റ്റത്തെ ബ്ലോക്കാണ്. അതിൽ ഏറ്റവും ഹൈ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. ഇതാണ് ഏർലി ചൈൽഡ്ഹുഡ് ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഏർലി ചൈൽഡ്ഹുഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത് ഹസാർഡ്സ് ഡ്യൂറിങ് ഇൻഫാൻസി, പ്രീനേറ്റൽ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്. ഹസാർഡ്സ് അല്ലെ, എന്തൊക്കെയാണ് ഒരു പിന്നെ ഇൻഫാൻസി ടൈമിൽ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത്, അതേപോലെ തന്നെ പ്രീനേറ്റലിയും അതിൽ വരുന്നുണ്ട്, അതും ശ്രദ്ധിക്കാം. ഇനി ലോ പ്രോബബിലിറ്റിയിൽ റിസർച്ച് മെത്തേഡ്സ് ഫോർ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, അതുപോലെ പീരിയഡ് ഓഫ് സൈഗോട്ട്. അങ്ങനെ ഏത് പീരിയഡും ചിലപ്പോൾ വരാം. അത് കൂടുതലായിട്ടും തേർഡ് സെക്ഷനിലായിട്ട്, സെക്ഷൻ സിയിലൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇനി സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോൾ ഹൈ പ്രോബബിലിറ്റി വരുന്നത് പിയാഷേസ് തിയറി അല്ലെ, കോൺക്രീറ്റ് ഓപ്പറേഷൻ, സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് സ്കൂൾ ഏജ്, ഇത് രണ്ടുമാണ്. ഇനി മീഡിയം പ്രോബബിലിറ്റിയിൽ മോട്ടോർ ഡെവലപ്മെന്റ്, അതുപോലെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് സ്കൂൾ ഇയേഴ്സ്, ഇതുമാണ് വരുന്നത്. ഇനി ലോ പ്രോബബിലിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ ഇൻ സ്കൂൾ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ, ഇതും കണ്ടിട്ടുണ്ട്. എന്താ പറയാ, പഴയ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും മറ്റുള്ളതിനെ അപേക്ഷിച്ച് ലോ പ്രോബബിലിറ്റി അത്രയേ ഉള്ളൂ. ഇനി ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ് തേർഡ് ബ്ലോക്ക് ആണ്. അതിൽ ഹൈ പ്രോബബിലിറ്റി ഫോർ ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ഇൻ അഡോളസൻസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ അഡോളസൻസ്. ഇനി മീഡിയം ഫോർ ഈഗോ സെൻട്രിസം ഇൻ അഡോളസൻസ്, മാഷിയാസ് ഐഡന്റിറ്റി സ്റ്റാറ്റസ്. ഇതിൽ മാഷിയാസ് ഐഡന്റിറ്റി സ്റ്റാറ്റസിനെ 5 മാർക്കിന്റെ അല്ല 6 മാർക്കിന്റെ സെക്ഷൻ ബിയിലും, ഈഗോ സെൻട്രിസത്തിനെ ലാസ്റ്റത്തെ സി സെക്ഷനിലും കൂടുതൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ലോ പ്രോബബിലിറ്റി വരുന്നത് മോറൽ ഡെവലപ്മെന്റ് തിയറീസും ചാലഞ്ചസ് ഇൻ അഡോളസൻസും ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിംഗ് ആണ്. അതിൽ ഹൈ പ്രോബബിലിറ്റി വരുന്നത് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ആൻഡ് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ മിഡിൽ അഡൾട്ട്ഹുഡ് ആണ്. സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഓൾഡ് ഏജും അതിൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ വരുന്നതാണ്. പിന്നെ മീഡിയം ഫോർ ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഓൾഡ് ഏജ്, സ്റ്റേജ് ഓഫ് അഡൾട്ട് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, ഇതുമാണ് വരുന്നത്. ഇനി ലോ പ്രോബബിലിറ്റി വരുമ്പോൾ ഏജിംഗ് ഇൻ മെൻ വേഴ്സസ് വിമൺ, അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ഇൻ ലേറ്റ് അഡൾട്ട്ഹുഡ്, ഈ ടോപ്പിക്കുകളൊക്കെയാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഹൈ പ്രോബബിലിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ലോ പ്രോബബിലിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ നിങ്ങളുടെ ഒരു ഫൈനൽ റിവിഷൻ ഒക്കെ കൊണ്ടുപോകും. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്നതാണ് ലൈഫ് സ്പാൻ സൈക്കോളജി മാത്രമല്ല എല്ലാ MA ഫസ്റ്റ് ഇയറിന്റെ പേപ്പറും 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എക്സാം വരുന്നത് 2 hours ആണ് നമ്മുടെ ടൈം അലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ സെക്ഷൻസിലെ 3 സെക്ഷൻസിൽ 3 നമുക്ക് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ വേർഡ് ലിമിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഓരോ ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡിലും നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാർക്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ essay ആണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 450 വേർഡ്സ് ആണ് അതിന് കൊടുക്കുന്നത്.
ഓക്കെ, അപ്പം ആദ്യത്തെ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 450 വേർഡ്സ് ഈച്ച്. First question for describe the psychosocial changes during adolescence. Explain Erickson's perspective on identity development during this stage. See, ഐഡന്റിറ്റിയും വന്നിട്ടുണ്ട്, സൈക്കോസോഷ്യൽ ചേഞ്ചസും വന്നിട്ടുണ്ട് അഡോളസൻസിൽ. തേർഡ് ബ്ലോക്കിൽ വരുന്ന കാര്യമാണ് അല്ലെ. രണ്ടാമത്തെ ഡിസ്കസ് പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് കീ ഡെവലപ്മെന്റൽ ടാസ്ക് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ചൈൽഡ്ഹുഡിന്റെ ടൈമിലുള്ള ഒരു മൂന്നാമത്തെ നമ്മുടെ സ്റ്റേജ് ആണ് അല്ലെ. അപ്പം ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയെ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. വിത്ത് എക്സാമ്പിൾസും കൊടുക്കണം അല്ലെ. അതിലുള്ള ഡെവലപ്മെന്റൽ ടാസ്കുകളൊക്കെ കുറെ ഉണ്ട് അല്ലെ. കൺസർവേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഓരോ എക്സാമ്പിളോടുകൂടെ, നമുക്കറിയാം ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാത്തിനും നമ്മൾ ഓരോ എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ. എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ വന്നിട്ടാണ് നമ്മളെ ഓരോ കൺസെപ്റ്റ്സുകളും ഓരോരോ ഈ പറഞ്ഞ തിയറീസിന്റെ ഒക്കെ കോൺസെപ്റ്റ്സിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എക്സാമ്പിൾസിലൂടെയാണ്. അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തേത് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്റ്റേജസ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. പ്രീനേറ്റൽ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ സ്റ്റേജസും ആണ്, 3 സ്റ്റേജസ് ആണ് വരുന്നത് അല്ലെ. പിന്നെ ഹൈലൈറ്റ് ദ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് അഫക്റ്റിംഗ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഹസാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഡ്രഗ് യൂസ് ചെയ്യുന്നത്, അതുപോലെ പ്രഷറും അങ്ങനെ നമ്മുടെ മറ്റേണൽ ഹെൽത്ത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിസ്കസ് ദ സൈക്കോസോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ്. ഇലാബറേറ്റ് ഓൺ എറിക്സൺസ് കൺസെപ്റ്റ് ഓഫ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. നമ്മുടെ എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റൽ സ്റ്റേജിലെ ഒരു സ്റ്റേജ് ആണല്ലേ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജിനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ്. ഓക്കെ, ഇതാണ് എസ്സേ പാർട്ട്. ഇനി നമ്മൾ സെക്ഷൻ ബി എടുക്കുമ്പോൾ അതിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 5-ൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 250 വേർഡ്സ് ആണ് വരുന്നത്. ഓക്കെ, 5 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് തരുന്നത്. ഡിസ്കസ് ദ മോട്ടോർ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഏർലി സ്കൂൾ ഇയേഴ്സ്. ഹൗ ഡു ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഇൻവോൾവ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ഓക്കെ, അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റിലെ കാര്യത്തിൽ നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസും അതുപോലെ ഗ്രോസ് മോട്ടോർ സ്കിൽസും എന്താണ്, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഈ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇൻ അഡോളസൻസ്. സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഹൗ ക്യാൻ എ നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഇമ്പാക്ട് ഡെവലപ്മെന്റ്. ഐഡന്റിറ്റി, സെൽഫ് കോൺസെപ്റ്റ്, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി ഡിസ്ക്രൈബ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോളസൻസ് ആസ് ദേ അക്നോളജ് സെക്ഷുവാലിറ്റി. പ്രൊവൈഡ് സൈക്കോളജിക്കൽ ആൻഡ് സൊസൈറ്റൽ പെർസ്പെക്ടീവ്സ്. സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്നോളജ് ചെയ്യപ്പെടുന്ന ഒരു ടൈമാണ് അഡോളസൻസ് അല്ലെ. അപ്പൊ അത് ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഡിസ്കസ് ദ ഹസാർഡ്സ് ആൻഡ് റിസ്ക് ഡ്യൂറിംഗ് ഏർലി ചൈൽഡ്ഹുഡ്. ഹൗ ക്യാൻ കെയർ ഗിവേഴ്സ് മിറ്റിഗേറ്റ് ദീസ് റിസ്ക് എഫക്റ്റീവ്ലി. ഹസാർഡ്സ് ആൻഡ് റിസ്ക് ഡ്യൂറിംഗ് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. Elucidate the major characteristics of lifespan development. Explain how these characteristics are interconnected. അപ്പോൾ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഫസ്റ്റ് ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് അല്ലെ. ലൈഫ് സ്പാൻ ഈസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി നമുക്ക് ലാസ്റ്റത്തെ സെക്ഷൻ നോക്കാം. ഷോർട്ട് നോട്ട്സ് ആണ് വരുന്നത് അല്ലെ. 100 വേർഡ്സിനാണ്. അപ്പൊ അതിന് 3 മാർക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പീരീഡ് ഓഫ് സൈഗോട്ട് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ഡെവലപ്മെന്റ്. ഒന്നാമത്തെ സൈഗോട്ട് പീരീഡ് ആണ്. പീരീഡ്സ് നമ്മളെ ഫസ്റ്റത്തെ അല്ലെ പ്രീനേറ്റൽ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് പീരീഡ് ആണ്. രണ്ടാമത്തത് റോൾ ഓഫ് ടീച്ചേഴ്സ്. അപ്പോൾ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് സപ്പോർട്ടിങ് ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. LDയുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂ അല്ലെ വന്നതായിരുന്നു. LD അതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് LDയിൽ ഉള്ള റോൾ ഓഫ് ടീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇനി മൂന്നാമത്തത് മോറൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് സ്കൂൾ ഇയേഴ്സ് ആസ് എക്സ്പ്ലെയിൻഡ് ബൈ കോൾബർഗിന്റെ തിയറി റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു
പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ 3 സെക്ഷൻ എയും ബിയും സിയും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഏകദേശം ഈ തരത്തിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവുക. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട ടോപ്പിക്സ്, ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ്സ് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഡോക്യുമെന്റ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിളും ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു എക്സാം ആവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആൻസറുകളെയൊക്കെ അല്ലെ, ഉത്തരങ്ങളെയും നിങ്ങളുടെ ഉള്ളിലുള്ള കോൺസെപ്റ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.